ഡിസ്പ്ലേറ്റിൽ നല്ല രീതിക്ക് ഗ്രൂവ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് റീപ്ലേസ് ചെയ്യാല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീഡിയ ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ക് പ്ലേറ്റ് എങ്ങനെയാണ് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതെന്നും അത് കംപ്ലൈൻറ്റ് വരേണ്ട കാരണങ്ങളും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ ഡിസ്പ്ലേറ്റ് വണ്ടി വാങ്ങിച്ചപ്പോഴുള്ള ഡിസ്പ്ലേറ്റാണ്. വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 50,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഇത് എന്തായാലും കുറച്ച് നാൾ ഓടിയന്, പക്ഷേ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് കാരണമാണ് ഇപ്പോൾ ഈ ഡിസ്പ്ലേറ്റ് ഇങ്ങനെ കംപ്ലൈൻ്റ് ആവാൻ കാരണം. ഈ ഡിസ്പ്ലേക്ക് കറക്റ്റ് സമയത്ത് നമ്മുടെ ബ്രേക്ക് പാഡൊക്കെ ചെക്ക് ചെയ്ത് മാറണം. ഇപ്പോൾ ബ്രേക്ക് പാഡ് ഓവറായിട്ട് വേനൗട്ടായ ബ്രേക്ക് പാഡിട്ട് ഓടിക്കഴിഞ്ഞാൽ ഇത് കണക്ക് ചെറിയ രീതിക്കുള്ള ഗ്രൂസ് വരും. ഈ ഗ്രൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്ര ബ്രേക്ക് പാഡ് മാറിയാലും നമുക്ക് പഴയൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ഒരിക്കലും കിട്ടില്ല. സ്ലൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഗ്രൂസൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ആ പുതിയ ബ്രേക്ക് പാഡിട്ട് കുറച്ചാൽ ഓടി ആ ഗ്രൂസിനനുസരിച്ച് ആ ബ്രേക്ക് പാഡ് കൂടെ വേനൗട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വെയിറ്റ് കിട്ടും. പക്ഷേ ഇതിലിപ്പോൾ നല്ല രീതിക്ക് ഗ്രൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡിലോട്ട് പിടിക്കുമ്പോഴത്തേക്ക് ഈ കോണ്ടാക്റ്റ് വരുന്ന സർഫസ് ഏരിയ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ പഴയൊരു ബൈറ്റ് ഒരു കാരണവശാലും കിട്ടില്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നുമില്ല. കാരണം ഈ ചിലവർ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, മറ്റേ ഗ്രൈൻഡിങ് മെഷീൻ വെച്ച് ഗ്രൈൻഡ് ചെയ്ത് ഇത് സ്മൂത്ത് ആക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം എല്ലാ ഡിസ്പ്ലേറ്റിലും ഇതേപോലെ മിനിമം തിക്നെസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ മിനിമം തിക്നെസ് ഒരുപാട് കുറയാനും നമ്മൾ ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേറ്റ് ഒടിഞ്ഞ് ആക്സിഡൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഡിസ്പ്ലേറ്റ് ഇനി മാറാന്നുള്ളത് മാത്രമേ ഒരേ ഒരു വഴിയുള്ളൂ. അപ്പോൾ ഈ ബ്രേക്ക് പാഡ് ഞാൻ കറക്റ്റ് സമയത്ത് മാറിയിട്ട് ഓടിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഡിസ്പ്ലേറ്റ് മാറേണ്ട ആവശ്യം ഒരിക്കലും വരത്തില്ലായിരുന്നു. ഇതിൻ്റെ ബ്രേക്ക് പാഡിന് ഏകദേശം 250 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ബ്രേക്ക് പാഡ് കറക്റ്റ് സമയത്ത് മാറാത്തത്. ഇനിയിപ്പോൾ ഈ പ്ലേറ്റ് മാറാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇതിനൊരു 1500 രൂപ അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെയും എൻ്റെ ഇൻസ്റ്റ ഐ ഡി കൂടെയൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റ ഐ ഡിയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ കണ്ടൻസിനായിട്ടാണെങ്കിൽ അക്കൗണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ ബൈ.